നമസ്കാരം. ഇന്നത്തെ ലോകക്രമത്തിൽ ഒരു രാജ്യം ശക്തമാണെന്ന് പറയണമെങ്കിൽ അതിന് കൃത്യമായ ചില മാനദണ്ഡങ്ങളുണ്ട്. വെറും കരസേനയോ വ്യോമസേനയോ മാത്രം പോരാ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പതിയിരുന്ന ശത്രുവിനെ തകർക്കാൻ കഴിയുന്ന ശക്തി കൂടി ആ രാജ്യത്തിനുണ്ടാകണം. ഡിസംബർ 23-ന് ഭാരതം അതീവ രഹസ്യമായി നടത്തിയ ഒരു പരീക്ഷണം ഇന്ന് ലോകശക്തികളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇന്ത്യ ഇത് വലിയ രീതിയിൽ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല. എങ്കിലും പ്രതിരോധ ലോകത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. അതെ, നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് അല്ലെങ്കിൽ ആണവ ത്രികോണത്തിന്റെ കരുത്തിനെ കുറിച്ചാണ്. എന്താണ് ഈ ആണവ ത്രികോണം? കരയിൽ നിന്ന്, ആകാശത്ത് നിന്ന്, കടലിന്റെ അടിയിൽ നിന്ന്, ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ നിന്നും ആണവായുധം തൊടുക്കാൻ കഴിയുന്ന രാജ്യങ്ങളെയാണ് യഥാർത്ഥ ആണവശക്തി എന്ന് പറയുന്നത്. അമേരിക്ക, റഷ്യ, ചൈന എന്നിവയാണ് നമ്മുടെ പിന്നിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളാണ് അവിടെ വരുന്നത്. ഈ 4 രാജ്യങ്ങൾക്ക് മാത്രമേ ഇന്ന് ലോകത്ത് ഈ കഴിവുകളുള്ളൂ. ഇതിൽ ഇന്ത്യയുടെ ഏറ്റവും പുതിയ കാൽവെപ്പായ K4 ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണത്തെക്കുറിച്ചും ശത്രു കപ്പലുകളെ നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഡിസംബർ 23-ന് നടന്നതായി കരുതപ്പെടുന്ന ഈ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ അഥവാ അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാൻ കഴിയുന്ന K4 മിസൈലിന്റെ പരീക്ഷണമാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നീളം 12 മീറ്റർ, വ്യാസം 1.3 മീറ്റർ, ഭാരം ഏകദേശം 20 ടൺ ആണ് വരുന്നത്. പ്രഹരശേഷി 2000 കിലോ ഭാരമുള്ള ആണവായുധങ്ങൾ വരെ ഇതിന് വഹിക്കാൻ സാധിക്കും. റേഞ്ച് നോക്കുമ്പോൾ 3500 കിലോമീറ്റർ ആണ് വരുന്നത്. ഈ 3500 കിലോമീറ്റർ എന്നത് നിസ്സാരമായിട്ടുള്ള ഒരു ദൂരമല്ല. ബംഗാൾ ഉൾക്കടലിന്റെ ആഴങ്ങളിൽ ആരും അറിയാതെ കിടക്കുന്ന ഇന്ത്യയുടെ അന്തർവാഹിനികളായ INS അരിഹന്തിലോ INS അരിഘട്ടിലോ ഇരുന്നു കൊണ്ട് ചൈനയുടെ സുപ്രധാന നഗരമായ ബീജിങ്ങിനെയോ ഷാങ്ഹായിനെയോ ലക്ഷ്യം ഭേദിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചൈനയ്ക്കോ പാകിസ്ഥാനോ ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാത്ത വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ കൃത്യതയാണ്. സാധാരണ ചൈനീസ് മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 5 കിലോമീറ്റർ വരെ മാറി വീഴാറുണ്ട്. എന്നാൽ ഇന്ത്യയുടെ K4 മിസൈലിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി വെറും 40 മീറ്റർ മാത്രമാണ്. അതായത് 3500 കിലോമീറ്റർ സഞ്ചരിച്ചാലും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായിട്ട് ഇത് പതിക്കും. ഇതിനായി നാവിക് സാറ്റലൈറ്റ് സംവിധാനവും സ്വന്തം ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഇന്ത്യ ഉപയോഗിക്കുന്നു. ഈ മിസൈലിന്റെ മറ്റൊരു വലിയ പ്രത്യേകത അതിന്റെ കോൾഡ് ലോഞ്ച് സാങ്കേതികവിദ്യയാണ്. വെള്ളത്തിനടിയിലുള്ള സബ്മറൈനിൽ നിന്ന് തീ തുപ്പുന്ന ഒരു റോക്കറ്റ് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? അവിടെയാണ് ഇന്ത്യയുടെ സാങ്കേതിക തികവ് നമ്മൾ കാണേണ്ടത്. സബ്മറൈനുള്ളിൽ വെച്ച് മിസൈലിന്റെ എഞ്ചിൻ ഓൺ ആക്കില്ല. പകരം ഉയർന്ന മർദ്ദത്തിലുള്ള ഗ്യാസ് ഉപയോഗിച്ച് മിസൈലിനെ വെള്ളത്തിന് മുകളിലേക്ക് തള്ളിവിടും. വെള്ളത്തിന് പുറത്തെത്തി അന്തരീക്ഷത്തിൽ വെച്ചാണ് ഇതിന്റെ എഞ്ചിൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഇതിനെയാണ് കോൾഡ് ലോഞ്ച് എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ട് 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, സബ്മറൈനിൽ നിന്ന് തീ പിടിക്കുകയില്ല. 2, വെള്ളത്തിനടിയിൽ ചൂടുണ്ടാക്കാത്തത് കൊണ്ട് ശത്രുക്കളുടെ റഡാറുകൾക്കോ തെർമൽ സെർവറുകൾക്കോ തെർമൽ സെൻസറുകൾക്കോ നമ്മൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. കൂടാതെ ചൈനയുടെയോ ശത്രു രാജ്യങ്ങളുടെയോ ആന്റി മിസൈൽ സിസ്റ്റങ്ങളെ കബളിപ്പിക്കാനും ഇതിന് കഴിവുണ്ട്. ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുന്ന സമയത്ത് 3 ഡൈമെൻഷണൽ മാനുവറിംഗ് നടത്തി, അതായത് വഴിമാറി സഞ്ചരിച്ച് ശത്രുവിനെ പിടികൊടുക്കാതെ ഇത് ലക്ഷ്യം ഭേദിക്കും എന്നത് കൂടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് നോക്കേണ്ടതുള്ളത്. ബ്രഹ്മോസ് മിസൈലുകളിലും നമ്മൾ ഈ വിദ്യ കണ്ടിട്ടുണ്ട്. അവസാന നിമിഷം എസ് ആകൃതിയിൽ സഞ്ചരിച്ച് ശത്രുവിനെ വെട്ടിക്കുന്ന രീതിയാണിത്. എന്തിനാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സംവിധാനം? ഇന്ത്യയുടെ ആണവ നയം വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം ആണവായുധം പ്രയോഗിക്കാറില്ല. എന്നാൽ ആരെങ്കിലും ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിച്ചാൽ തിരിച്ചടി അതിഭീകരമായിരിക്കും. ഇവിടെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റിയുടെ പ്രസക്തി. ഒരു യുദ്ധമുണ്ടായാൽ ശത്രു ആദ്യം ലക്ഷ്യം വെക്കുക നമ്മുടെ കരയിലുള്ള മിസൈൽ താവളങ്ങളെയും
വിമാനത്താവളങ്ങളെയും ആയിരിക്കും. സാറ്റലൈറ്റുകൾ വഴി ഇവ എവിടെയാണെന്ന് ശത്രുവിന് അറിയാൻ സാധിക്കും. എന്നാൽ സമുദ്രത്തിന്റെ അടിയിൽ എവിടെയോ ഒളിഞ്ഞിരുന്ന് ഒരു ന്യൂക്ലിയർ സബ്മറൈൻ കണ്ടെത്തുക എന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യയുടെ കരയിലുള്ള എല്ലാ സംവിധാനങ്ങളും തകർക്കപ്പെട്ടാലും സമുദ്രത്തിന്റെ അടിയിൽ നിന്ന് K4 മിസൈലുകൾ ഉയരും. ഒരേ സമയം 4 മിസൈലുകൾ തൊടുക്കാൻ INS അരികെട്ടിന് ശേഷിയുണ്ട്. പാകിസ്ഥാന്റെ കാര്യമെടുത്താൽ K4 പോലും വേണ്ട. 750 കിലോമീറ്റർ റേഞ്ചുള്ള K-15 മിസൈലുകൾ തന്നെ ധാരാളമാണ്. എന്നാൽ ചൈനയെ നേരിടാൻ നമുക്ക് K4 അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. 3500 കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ട് ചൈനയുടെ 85% വ്യവസായ മേഖലകളിലും സൈനിക കേന്ദ്രങ്ങളെയും ചാരമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് ശത്രു രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു ഡിറ്റൻസ് അഥവാ പ്രതിരോധം സൃഷ്ടിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു സുപ്രധാന പരീക്ഷണത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ 2024 നവംബർ 16 നടന്ന ഇതിന്റെ ആദ്യ പരീക്ഷണം വൻ വിജയമായിരുന്നു. ഇതൊരു സാധാരണ മിസൈൽ അല്ല. ഇതിന്റെ വേഗത മാക് 10 ആണ്. അതായത് ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗത. മണിക്കൂറിൽ ഏകദേശം 12,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ആയുധമാണിത്. ഇതിന്റെ റേഞ്ച് 1500 കിലോമീറ്റർ ആണ്. ശത്രുവിന്റെ ഒരു കപ്പലിനെ ലക്ഷ്യം വെച്ചാൽ വെറും 7 മുതൽ 8 മിനിറ്റിനുള്ളിൽ 1500 കിലോമീറ്റർ താണ്ടി അതൊരു കപ്പലിനെ തകർത്തിരിക്കും. ലോകത്ത് നിന്ന് നിലവിലുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും, അത് അമേരിക്കയുടെ താഡായാലും ശരി, റഷ്യയുടെ S-400 ആയാലും ശരി, ഇസ്രായേലിന്റെ അയൺ ഡോം ആയാലും ശരി, മാക് 5 മുകളിൽ വേഗതയിൽ ഒരു ഹൈപ്പർസോണിക് മിസൈലുകൾ തടയാനായിട്ട് കഴിയില്ല. മാത്രമല്ല ഇത് സഞ്ചരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1 മുതൽ 3 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ്. ഇത് റഡാറുകൾക്ക് കണ്ടെത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. റഷ്യയുടെ കിൻസാൽ, ചൈനയുടെ DF-21 എന്നിവയോട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച സാങ്കേതിക വിദ്യയാണ് ഇന്ത്യയുടെ DRDO ഹൈദരാബാദിൽ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 2029 ഇത് നമ്മുടെ കരസേനയുടെ ഭാഗമാകും. 2031 കപ്പലുകളിലും ഇത് വിന്യസിക്കും. ഇതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്ന ഏതൊരു ശത്രു കപ്പലിനെയും 1500 കിലോമീറ്റർ അകലം വെച്ച് തന്നെ നമുക്ക് തകർക്കാൻ സാധിക്കും. ഇന്ത്യ ഇവിടം കൊണ്ടൊന്നും നിർത്തുന്നില്ല. K4 ശേഷം K5 വരുന്നുണ്ട്. 5000 മുതൽ 6000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഒരേ സമയം പല ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ കഴിയുന്ന MIRV ടാർഗറ്റബിൾ റീ എൻട്രി സാങ്കേതിക വിദ്യയൊക്കെയാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. കൂടാതെ INS അരിതമാൻ എന്ന 3ാമത്തെ അന്തർവാഹിനി നിർമ്മാണത്തിന്റെ പണിപ്പുരയിലാണ്. 2030 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സമുദ്രത്തിൽ 6 ന്യൂക്ലിയർ സബ്മറൈനുകൾ ഉണ്ടാകും. ഓരോ സബ്മറൈനിനും 4 വീതം K4 മിസൈലുകൾ ഉണ്ടാവും. മൊത്തം 24 ആണവ മിസൈലുകൾ എപ്പോഴും സമുദ്രത്തിൽ സജ്ജമായിരിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ കവചം 100% പൂർത്തിയായി എന്ന ഉറപ്പ് നൽകുകയാണ്. എന്തായാലും ആ രീതിയിലുള്ള വളർച്ചയിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ ഈ 3 മേഖലകളിലും ഇനി ഇന്ത്യയുടെ അനുവാദമില്ലാതെ ഒരു ശക്തിക്കും പ്രവേശിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ എന്ന ഭീഷണിക്ക് അപ്പുറം ചൈനയെ മുന്നിൽ കണ്ടുള്ള വമ്പൻ തയ്യാറെടുപ്പുകളിലാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ചൈനയെ തകർക്കാനാണ് കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നത്. അതെല്ലാം ഇതോടുകൂടി തീർക്കുകയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാരഥന്മാർ കണ്ട സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇന്ത്യ ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല, സമാധാനം തന്നെയാണ്. എന്നാൽ ശക്തിയുള്ളവനെ ലോകം ബഹുമാനിക്കൂ എന്ന സത്യം നാം തിരിച്ചറിയുകയാണ്. ഒരു രാജ്യവും ഇന്ത്യക്കെതിരെ കണ്ണുരുട്ടാതിരിക്കാൻ, നമ്മുടെ 140 കോടി ജനങ്ങളെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാൻ ഈ ആയുധങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കരയിലായാലും ആകാശത്തായാലും ഇപ്പോൾ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോലും ഇന്ത്യ അജേയമായി മാറിക്കഴിഞ്ഞു. K4ഉം ഹൈപ്പർസോണിക് മിസൈലുകളും നൽകുന്ന സന്ദേശം വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് പുതിയ ഇന്ത്യ തന്നെയാണ്. സ്വന്തം സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ ഭാരതം. എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.